കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീ കേവിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതിനിയും അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ ക്രാബിയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് വലിയൊരു ഷിപ്പിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ ഫുക്കറ്റിൽ നിന്ന് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ക്രാബിയിലോട്ട് വലിയ ഷിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഷിപ്പ് ക്രാബിയിലോട്ടുണ്ട്, പിന്നെ വേറെ 1-2 സ്ഥലങ്ങളിലോട്ടുണ്ട്. അപ്പോൾ അതിൽ പോകേണ്ട പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഷിപ്പിനകത്തുണ്ട്. അപ്പോൾ ഷിപ്പിലോട്ട് പോകുന്ന കാഴ്ചകളാണ്, ഷിപ്പിൽ കൂടെ പോകുന്ന കാഴ്ചകളാണ് ഈ പറഞ്ഞ പോലെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയ ഷിപ്പിലൊക്കെ കയറുന്നത്. ഇപ്പോൾ ഈ തവണ ഇതിനകത്ത് പോയപ്പോൾ തന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ സ്പീഡ് ബോട്ടൊക്കെ കയറി, പക്ഷേ ആദ്യമായിട്ടായിരുന്നു ഷിപ്പിലുള്ള യാത്ര. വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം എടുത്തു ഈ ഒരു യാത്ര. പിന്നെ കുറച്ച് നേരമൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ പുറത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളും ഈ പറഞ്ഞ അത് കണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ക്രാബ് ഈ പറഞ്ഞ പോലെ നമ്മളെ ട്രാവൽ ഏജൻസിക്കാർ അവർക്ക് ചീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഈ ക്രാബിൽ നമ്മളെ കാണിച്ചത്. അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാബിയിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടതിനകത്തൊക്കെ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഐലൻഡിലോട്ട് മാത്രമാണ് നമ്മളെ കൊണ്ടുപോയത്. 3 ഐലൻഡിലാണ് നമ്മൾ ഈ ഒരു ക്രാബിയിൽ നമ്മൾ പോയത്. അതന്നേരം അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. ആകപ്പാടെ ഇത് കണ്ടില്ലേ, കുറച്ച് ക്ലിയർ ആയിട്ടുള്ള വാട്ടറുണ്ട്. അതിൽ കുറച്ച് ദൂരം നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. നിറയെ ഇത് കണ്ടോ, മീൻ കണ്ടോ? ഞാൻ കുറച്ച് നേരം ഇതിനെ ഒന്ന് പിടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. അത് വേറെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ അത് മാത്രമേ ഉള്ളൂ. ക്രാബിയിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ഐലൻഡിൽ നിന്ന് ഒരു ഐലൻഡിലോട്ട് നടന്നു പോകാം, അതൊക്കെ ഉള്ളൂ അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ കണ്ട പ്രത്യേകത. വേറെ കുറേ കാണുമായിരിക്കും, പക്ഷേ നമ്മൾ അതൊന്നും നമ്മളെ കൊണ്ടുപോയതുമില്ല, നമ്മളോട്ട് കണ്ടതുമില്ല. അപ്പം ക്രാബി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളുടെ തുറന്ന് പറയുവാണെങ്കിൽ എനിക്ക് അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് ഇന്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് ഈ ട്രാവൽ ഏജൻസിക്കാർ നമ്മളെ എനിക്ക് തോന്നുന്നൊരു പറ്റിച്ചതാണ്. കാരണം ക്രാബിയിൽ വേറെ കുറേ പിന്നെ സ്ഥലങ്ങൾ, നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെങ്ങും കൊണ്ടുപോകാതെ നമ്മളെ ഈ ഒരു 3 ഐലൻഡ് മാത്രം കാണിച്ചതിനോട് നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഫുഡും നമുക്ക് അറേഞ്ച് ചെയ്തത് കൊള്ളത്തേയില്ലായിരുന്നു. പിന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ അന്നേരത്തെ വിശപ്പിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് നമ്മൾ ഇത് യാത്ര തിരിക്കുവാണ്. ക്രാബി യാത്ര കഴിഞ്ഞ് ഏകദേശം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഹോട്ടലിലെത്തി. പിറ്റേ ദിവസം നമ്മൾ ബാങ്കോക്കിലോട്ട് പോവുകയാണ്. ബൈ ഫ്ലൈറ്റാണ് പോകുന്നത്. 1-1.5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ, പക്ഷേ ബൈ ഫ്ലൈറ്റ് തന്നെ പോയാലേ പറ്റുള്ളൂ. അപ്പം അവിടെ ചെന്ന് ഇറങ്ങി അതിന് ശേഷം ബാങ്കോക്കിൽ നിന്ന് നമ്മൾ പിന്നെ പട്ടായ ബൈ കാറിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ്, അതായത് ബെവർലി ഹോട്ടൽ പട്ടായ എന്നുള്ള ആ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മളവിടെ എത്തിയത്. അപ്പം ക്രിസ്മസ് വൈബായിരുന്നു മൊത്തമായിട്ട്. ആ ഒരു ഹോട്ടലിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. അവരെല്ലാം നല്ല റെഡിയാക്കി ഇതുപോലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് റൂമിലെ കാഴ്ചകളാണ് കേട്ടോ. അത്യാവശ്യം ഫുക്കറ്റിനെക്കാട്ടി കുറച്ചും കൂടെ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു പട്ടായയിലെ ഈ ഹോട്ടലിലുള്ളത്. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കിടക്കുന്ന ബെഡാണെങ്കിലും കുറച്ചും കൂടെ വലുതായിരുന്നു. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നമുക്ക് സാധനമൊക്കെ വെക്കാനൊക്കെ ആണെങ്കിലും കുറച്ച് സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ പിന്നെ ക്രിസ്മസ് ദിവസമാണല്ലോ അവിടെ എത്തിയത്. അന്ന് പിന്നെ വേറെ യാത്രകളൊന്നും ഇല്ലായിരുന്നു. അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ ഇതുപോലക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് അവർ കുക്കീസൊക്കെ കുറച്ച് തന്നു. പിന്നെ ഇതുപോലൊക്കെ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പം അവിടെ ഫുള്ള് നല്ല 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 ക്രിസ്മസ് വൈബുള്ള സോങ്സും ഒക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെയൊക്കെ കുറേ പേര് ഇങ്ങനെ കുറച്ച് എൻജോയ് ചെയ്യുന്നത് കണ്ടു. നല്ല രസമുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു ഈ ഒരു ബെവർലി ഹോട്ടൽ എന്ന് പറഞ്ഞത്. ഞങ്ങളവിടെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ കുറച്ച് നല്ല ഉണ്ട്, അത് കണ്ടില്ലേ, നമ്മൾ കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലത്തെ ഫുഡിൻ്റെ ഞാൻ അതുപോലത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു, അതിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു ഈ ഒരു ഹോട്ടലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് കണ്ടമാനം നോർത്ത് ഇന്ത്യൻസ് ഈ ഒരു ഹോട്ടലിൽ
താമസിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ കൂട്ട് തന്നെ ടൂറിസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കുറച്ച് കിട്ടുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സൊക്കെ വരുന്നതായതുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഫുഡുകളൊക്കെ തന്നെയും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തായ്ലൻഡിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഫുഡായിട്ടുള്ള പൂരിയും ബജിയൊക്കെ ഞാൻ പിന്നെ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ വേറെ ഞാൻ അങ്ങനെയുള്ള ഫുഡുകളൊന്നും കണ്ടിരുന്നില്ല. പിന്നെ നമ്മൾ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ അവിടെ പട്ടായ ഒന്ന് കറങ്ങാൻ പോയി. മെയിൻലി നമ്മൾ പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. നല്ല രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പിക്കപ്പ് പോയിൻറ്റിൽ നിന്ന് അതായത് നമ്മളെ ഒരു ഇതുപോലുള്ള സ്പീഡ് ബോട്ടിൽ നമ്മളെ ഒരിടത്തു നിന്ന് കളക്ട് ചെയ്ത് വേറെ ഒരിടത്തോട്ട് കൊണ്ടുപോയിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തരും. വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നതിന് ശേഷം പിന്നെ അവർ ഒരു 4 പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വാട്ടർ ആക്ടിവിറ്റീസിന് പോകുമ്പോഴും നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കണം. അപ്പോൾ ഒരു ഓഫർ പോലെ ഉണ്ടായിരുന്നു. 4 വാട്ടർ ആക്ടിവിറ്റിയിൽ പിന്നെ കയറുന്നതിന് ഇന്ന ചാർജ് എന്ന് പറഞ്ഞു. അപ്പം 2 കയറിയാൽ മതി എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. പക്ഷേ 2 കയറിയാലും 4 കയറിയാലും ഒക്കെ അധികം വ്യത്യാസമില്ലാത്തതുകൊണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ പാരാസെയിലിങ്ങിനൊക്കെ ഞാനും ഇതുപോൾക്ക് പുറപ്പെട്ടു. കണ്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങനെ പോയതാണ്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്തിരി ഒരു പേടിയുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല പറഞ്ഞാൽ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവർക്ക് അഡ്വഞ്ചറസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ കയറി ഞാനും ഇതുപോൾക്ക് പറന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിന് അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കും ഇതുപോൾക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല, പ്രഷറോ അല്ലെങ്കിൽ ഹൈറ്റ് ഫിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. ഇത് മോനാണ് പോകുന്നത് കേട്ടോ. മോൻ പോയി, മോള് പോയി, അതിന് ശേഷം ലാസ്റ്റിലാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നതിൻ്റെ അവരാദ്യം പറഞ്ഞു നമ്മളെ ജസ്റ്റ് ഒന്ന് ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് കയറാൻ. നമ്മൾ ആ വേഷം ഇടിയിപ്പിക്കാൻ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളെന്തോ ഒരു പിടിച്ച് കെട്ടിയ മാതിരി ഒരു ഫീലിംഗ് ആണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഏതായാലും ഞാനും പറന്നു. പാരച്യൂട്ടൊക്കെ ഇതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരച്യൂട്ടിൻ്റെ ആ ഒരു കൺട്രോള് വേറൊരു ചെറിയൊരു സ്പീഡ് ബോട്ടിലാണ് ഇതിൻ്റെ കൺട്രോളുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ അവരൊരു റൗണ്ട് അടിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് ഞാനിങ്ങനെ ആകാശത്തൂടെ പറന്നു. എന്തായാലും ജീവിതത്തിൽ എനിക്ക് നടക്കില്ല എന്ന് ഞാൻ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഈ യാത്രയിൽ സാധിക്കാൻ പറ്റി. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് ഇത് മോള് ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് നല്ല പേടിയാണ്, അയ്യോ എൻ്റെ ദൈവമേ. പക്ഷേ നല്ല രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ നമ്മൾ ഒരു തവണ എങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ പോലെ വയസ്സാം കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നെങ്കിലും ആശ്വസിക്കാമല്ലോ. അങ്ങനെ ഒരു രീതിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ലാൻഡിങ്ങിൽ ഞാൻ വിചാരിച്ചു ഞാൻ താഴെ വെള്ളത്തിൽ പോയെന്ന്. ഇത് പിന്നെ അടുത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് അണ്ടർ വാട്ടറിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ പറഞ്ഞ പോലെ ഇത് ഓക്സിജൻ്റെ ഒരു മാസ്ക് പോലൊരു സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റിൻ്റെ മാതിരി ഇരിക്കും. അതിനകത്തൂടാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനൊക്കെ കിട്ടുന്നത്. എൻ്റെ ദൈവമേ, ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഒരു മാസ്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ താഴോട്ട് ഇറക്കി വിടുമ്പോൾ നമുക്കൊരു ലക്കും ലഗാനും ഇല്ല. അതിനിടയ്ക്ക് ഇതുപോലത്തെ മീനുകൾ നമുക്ക് ചുറ്റിനും മനോഹരമായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഒരു പേടിച്ചെങ്കിലും ഈ ഒരു സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഈ 2 കൂടാതെ വേറെ 2 വാട്ടർ ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. ബനാന ബോട്ട് ഡ്രൈവും പിന്നെ അതുപോലെ തന്നെ വാട്ടർ സ്കീയിങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി വന്നിട്ട് മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ, അതായത് പട്ടായയിൽ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. ഇവരും ഇതുപോലെ തന്നെ ടൂർ പാക്കേജസ് ഒക്കെ നടത്തുന്നുണ്ട്. കോട്ടയത്തുള്ളൊരു അച്ചായനാണ് ഇതിൻ്റെ ഒരു പിന്നെ ഓണർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.